ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ അത് അമ്മയും അച്ഛനും അനിയത്തിയൊക്കെ വീട്ടിലേക്ക് നിൽക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് പാടാട്ടോ. അപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ നമുക്ക് മന്തി റെസിപ്പിയിലേക്ക് കടന്നാലോ? അപ്പോൾ അതാ ഞങ്ങൾ റൈസ് കുക്കറിൻ്റെ ചെമ്പിലാട്ടോ വെള്ളം വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് സ്പൈസസും കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് അരി വേവിക്കാൻ വെക്കാം. ഈ പാടത്തിൻ്റെ അവിടെ ചെറുതായിട്ടൊരു തോട് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ മീനുകളുണ്ടാവും. അപ്പോൾ മീനുകളെ പിടിക്കാൻ ചെറിയ കുട്ടികളൊക്കെ വന്ന് ചൂണ്ടയൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അരി വന്നിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ ചോറ് വാർക്കില്ലേ, അതേപോലെ വാർത്ത് കുത്തി അവിടെ വയ്ക്കാം. അതിനുശേഷം ഒരു ബൗളിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും പാലും മിക്സ് ചെയ്തിട്ടൊരു കളർ ഉണ്ടാക്കാനാട്ടോ, ഒരു ചോറിനൊരു മഞ്ഞ കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് തയ്യാറാക്കി ഒരു ഭാഗത്ത് വെക്കുക. പിന്നെ അതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് മുളക് പൊടിയും പാലും മിക്സ് ചെയ്തിട്ട് ആ ഒരു കളറാക്കിയിട്ട് അതും ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതാ സുൽത്താനും ഫ്രണ്ട്സും നമ്മുടെ മീനുണ്ടല്ലോ ചെറിയ, അത് അപ്പൂന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ആ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഇതാ നല്ല മഴ പെയ്തിട്ടോ പുറത്ത്. അപ്പോൾ സുത്താട്ട കുട്ടീനെ, ഇത് അനിയത്തിൻ്റെ മോളാണ്. അപ്പോൾ അവളുടെ അടുത്ത് ഇങ്ങനെ നടക്കുകയാണ്, കൂടെ അപ്പുണ്ട്. ഇനി ചിക്കനിലേക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ഉണക്കനാരങ്ങ, പിന്നെ ക്യാപ്സിക്കം മുളക് അരിഞ്ഞത് 1-2 എടുത്താൽ മതി, പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഓൾ സ്പൈസസ് എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റാം. എന്നിട്ട് അതിലേക്ക് ഹാഫ് ബോയിൽ ചെയ്തിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു കളർ ഉണ്ടല്ലോ, അതും കൂടി അതിൻ്റെ മേലേക്ക് ഇങ്ങനെ തൂവി കൊടുക്കുക. പിന്നെ അത് നമുക്കൊരു റൈസിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളകില്ലേ, അത് ഇങ്ങനെ വിതറി കൊടുക്കുക. പിന്നെ എല്ലാം കൂടി ഒരൊറ്റ വിസിൽ. അപ്പോഴേക്കും നമ്മുടെ മന്തി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു മന്തി കഴിക്കണമെന്ന് തോന്നുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.